നമസ്കാരം. 15ാം കേരള നിയമസഭയുടെ 13ാം സമ്മേളന വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഗവർണറുടെ പ്രസംഗത്തോടെ 13ാം സമ്മേളനത്തിന് തുടക്കമായി. രാവിലെ 8:56 പ്രസംഗത്തിനായി കേരളത്തിൻ്റെ 23ാമത് ഗവർണറായി ചുമതലയേറ്റ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നിയമസഭയിലെത്തിയത്. തുടർന്ന് ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, സ്പീക്കർ AN ഷംസീർ, മന്ത്രി MB രാജേഷ് എന്നിവർ ചേർന്ന് പൂച്ചെണ്ട് നൽകി ഗവർണറെ സഭാ ഹാളിലേക്ക് സ്വീകരിച്ചു. കേരള നിയമസഭയെ അഭിസംബോധന ചെയ്യുന്നത് തികഞ്ഞ അഭിമാനത്തോടെയെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പ്രസംഗം ആരംഭിച്ചത്. It is with immense pride and happiness that I address this august assembly, marking the beginning of the 13th session of the 15th Kerala Legislative Assembly. നവകേരള സൃഷ്ടിക്ക് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് ഗവർണർ വ്യക്തമാക്കി. ഉയർന്ന നിലവാരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, അറിവ് അടിസ്ഥാനമാക്കിയ സമ്പദ് വ്യവസ്ഥ, നിലവാരമുള്ള വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം എന്നിവയിലൂന്നിക്കൊണ്ടായിരിക്കും ഇതെന്നും ഗവർണർ പറഞ്ഞു. My government reiterates its commitment to its aim of building Navakeralam, which will be endowed with high quality physical infrastructure, knowledge-based economy, quality education and health care. കാർഷിക മേഖലയെ പരിസ്ഥിതി സൗഹൃദമായി പുനരുജ്ജീവിപ്പിക്കുമെന്ന് ഗവർണർ വ്യക്തമാക്കി. Which is set to raise rupees 100 crore in equity capital and rupees 2,365.48 crore Kerala Climate Resilience Value Addition Project, KERA project, which will establish 4 agri-parks, promote climate resilient farming and rejuvenate plantations. കഴിഞ്ഞ പതിറ്റാണ്ടിൽ പ്രളയം ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങളെ സംസ്ഥാനത്തിന് നേരിടേണ്ടി വന്നു. ഈ വെല്ലുവിളികൾക്കിടയിലും കേരളത്തിന്റെ ദുരന്ത നിവാരണ മാനേജ്മെന്റ് മാതൃക അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടി. My government has adopted a proactive disaster management approach, focusing on preparedness, mitigation and resilience building. The state disaster management plan will undergo comprehensive update along with district and local government plans. മേപ്പാടി ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാനുള്ള ടൗൺഷിപ്പ് 1 വർഷം കൊണ്ട് പൂർത്തിയാക്കുമെന്നും ഗവർണർ പറഞ്ഞു. In response to Meppadi landslide, my government is constructing modern resilient township in Wayanad, incorporating homes, livelihoods and public amenities under Build Back Better framework. ധനസമാഹരണത്തിനുള്ള ശ്രമം സംസ്ഥാന സർക്കാർ നടത്തുമ്പോഴും കേന്ദ്രവിഹിതം ലഭിക്കാത്തതിനാൽ സർക്കാർ സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് എന്നും അദ്ദേഹം അറിയിച്ചു. The cessation of GST compensation and revenue deficit grants coupled with restrictive conditions on centrally sponsored schemes and new borrowing constraints have posed significant fiscal challenges for my government. ഗവർണറുടെ പ്രസംഗം 1 മണിക്കൂർ 56 മിനിറ്റ് നീണ്ടുനിന്നു. My government believes
in a cooperation and moving together to take Kerala to new heights in its quest for justice to everyone and achieving a knowledge society which will be model to us. പിന്നീട് ദേശീയ ഗാനത്തിന് ശേഷം മുഖ്യമന്ത്രിയും സ്പീക്കറും ചേർന്ന് ഗവർണറെ യാത്രയാക്കി. നടപടികൾ പൂർത്തിയാക്കി രാവിലെ 11:04 സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. തിങ്കളാഴ്ച ഗവർണറുടെ പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച ആരംഭിക്കും. ബഹുമാനപ്പെട്ട ഗവർണറുടെ പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന പ്രമേയത്തിന്മേലുള്ള ചർച്ച 2025 ജനുവരി 20 ആരംഭിക്കുന്നതാണ്. ഓർഡർ സഭ ഇപ്പോൾ പിരിയുന്നതും 2025 ജനുവരി 20 തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് വീണ്ടും ചേരുന്നതുമാണ്. ഇന്നത്തെ നിയമസഭാ വിശേഷങ്ങൾ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.